വള്ളംകളിയിൽ ഞങ്ങൾ ഒരുപാട് സജീവമായിരുന്നു കേട്ടിട്ടുണ്ട്. ട്രോഫികളിലും കളിയിലും അതുപോലെ വള്ളത്തിലൂടെ ഏത് പൊസിഷനിലാണ് കളിച്ചിരുന്നത്? വള്ളംകളി കളിച്ചിരുന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അമരത്തായിരുന്നു. വള്ളത്തിന്റെ അമരം പിടിക്കുകയായിരുന്നു. അത് ചുരുളം തൊട്ട് ചുണ്ടം വരെയുള്ള വള്ളങ്ങളുടെ അമരത്തെ ഞാൻ കളിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഇൻകം ടാക്സിലായിരുന്നപ്പോൾ ഒരു 15 വർഷമായിട്ട് ഞാൻ വള്ളംകളി സ്റ്റാർട്ടറായിട്ട് പുളിഞ്ഞിരുന്ന നമ്മുടെ ചമ്പക്കുളം മൂലം തൊട്ട് നെഹ്റു ട്രോഫി തൊട്ട് പിന്നെ മറ്റുള്ള എല്ലാ വള്ളംകളിയിലും ഞാൻ സ്റ്റാർട്ട്. അദ്ദേഹത്തിന് പകരക്കാരനായി എനിക്കിവിടെ ഈ ഒരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോടും അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ജഡ്ജിംഗ് പാനലിലുള്ള അമ്പയറിംഗ് പാനലിലുള്ളവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കട്ടെ. ഹലോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാമോ? ഓക്കെ. അപ്പോൾ കുട്ടനാടിൻ്റെ ചുണക്കുട്ടികളെ ഒരു മാസ്കിൽ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കാണികൾക്ക് നല്ല ഒരു കാഴ്ച കൊടുക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു റിഹേഴ്സൽ അതിനുശേഷം ഫൈനൽ. അപ്പം ഉഷാറായിട്ട് ഒരു സല്യൂട്ട് കൊടുക്കുക. തേർഡ് വിസിൽ 2 കൈകളും ചേർത്ത് നെഞ്ചോടൊപ്പം തുഴ വെക്കുന്നു. ഫോർത്ത് വിസിൽ ഒരു ഉറച്ച ആർപ്പോ വിളിയോടുകൂടി തുഴ 2 കൈകളും കൂടി മുകളിലോട്ട് ഉയർത്തുന്നു. ഇവിടെയും ഓർപ്പിക്കട്ടെ, നിങ്ങൾ വിളിക്കുന്ന ഈ ആർപ്പോ വിളി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷമുള്ള 6 വിസിൽ എൻ്റെ ഫ്ലാഗിനെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എത്താൻ പറ്റും. റിഹേഴ്സൽ ഓക്കെ. തുഴ മടിയിൽ വെക്കുന്നു. Perfect. So final. Thank you so much. Congratulations. All the very best.